നിൽക്കട്ടുണ്ടോ? ആഹാ ആന്ന്. സമയം പോയി. എല്ലാവരും പറയുന്ന പോലെ എൻ്റെ താടിയും മീശയൊക്കെ കറപ്പിച്ച കവച്ച് കഴിഞ്ഞാൽ ഉള്ള മെയിൻ പ്രോബ്ലം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിൽ കൂടുതൽ ഇരിക്കത്തില്ല. 3-ാമത്തെ ദിവസം തൊട്ട് വേറെ പുതിയത് കിളുത്ത് വരാനാണ്. ഭയങ്കര പെട്ടെന്ന് താടിയും മീശയൊക്കെ കിളുക്കുന്നത്. അതുകൊണ്ട് അത് നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ പോവും. അതുകൊണ്ട് ചേട്ട് കാര്യമില്ല. 1-ാമത്തെ കാര്യം, ആൾക്കാർ പറയുമ്പം പറയും അങ്ങനെ നടന്നാൽ തന്നെ എന്ന് ചോദിക്കും, ഡെയിലി അത് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. 2 ദിവസം കൂടുമ്പോഴേക്കും ചെയ്യണം, അല്ല 3 ദിവസം കൂടുമ്പോഴേക്കും ചെയ്യണം. അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. എല്ലായിടത്തും മഴ പെയ്തു ഈ പ്രാവശ്യം. ഇവിടെ മാത്രം പെയ്തില്ല. ഇവിടെ മൂടൽ മാത്രം. എങ്ങും പെയ്യാത്തപ്പോൾ ഇവിടെ പെയ്യും. വെയിൽ തുടങ്ങി. ഇന്നലെയൊക്കെ കല്ല് കുത്തിപ്പൊട്ടിക്കുന്ന പണിയായിരുന്നു. മടുത്ത് ഉപ്പാടിളകി. അതിൻ്റെ കൂടെ ചൂടും കൂടെ. നമ്മൾ ആദ്യം പണിതുകൊണ്ടിരുന്ന സ്ഥലം ഇതിൽ നേരെ പോകണം. ഇപ്പം പണിയുന്ന ഇങ്ങോട്ടാ. അജയൻ ഹരിച്ചേട്ടൻ. അറിയത്തില്ല.
ആ താമസിക്കത്തേക്ക് ഇന്നലത്തെ പോലെ തന്നെ ആൾക്കാർ അപ്പൊ രാജ്യമൊക്കെ പുല്ലൊക്കെ ആയിട്ട് പോകണം. വീട് ഒറ്റ വഴിയേ ഉള്ളല്ലേ? അവനെ ഞാൻ പിടിച്ചു നിർത്തി, എനിക്ക് വഴി അറിയത്തില്ല. അമ്മ ഇങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറുന്നതിന്റെ പകുതി നീ കയറിയിട്ടുണ്ടോ? നീ കേറിയിട്ടില്ല, നീ കേറിയിട്ടില്ലല്ലോ. അങ്ങ് പൊക്കോ, നിനക്ക് പോകാൻ വേണ്ടിയിരിക്കല്ലേ. ഈ കുളിക്കാതെ മുടി ഓക്കെ കുളിക്കാതെ മുടി എന്നാത്തിനാ കഴിച്ചിട്ടേ? എനിക്കതറിയണം എന്തിനാണ് കുളിക്കാതെ മുടി കഴിച്ചിട്ടത്. മുടി സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയാനും പറഞ്ഞു. എൻ്റെ അമ്മന്നെ ദൈവമേ, പേസ്റ്റ് കിടക്കുന്ന ശംഭു, ഈ പേസ്റ്റ് തന്നെ എവിടെ കിടക്കുന്നേ? നീയേ എന്നാ നിന്റെ കാർഡുണ്ടോ? ഇതിൻ്റെ ATM-ൻ്റെ കാർഡില്ലേ? ATM-ൻ്റെ കാർഡിനകത്ത് 100 രൂപ നീ അങ്ങ് എടുത്തുക്കുന്നിൻ്റെ കാർഡിൽ നിന്ന് അങ്ങ് വലിക്ക്. ഞാൻ ഇവിടെ നടന്നത് 25 രൂപ ഉള്ളു, എൻ്റെ ചില്ലറയില്ല. ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് ഇപ്പം കൈ പൈസ ഇല്ല. അല്ല എൻ്റെ കയ്യിലായിട്ട് പൈസ ഇല്ലെന്നേ. അല്ല പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ ഇത്? ഈ മുടി എന്തിനാ ഇങ്ങനെ കെട്ടി വെക്കാതെ ഇങ്ങനെ പടത്തി? അത് ഈ ചൂടത്ത് ഓ, നിന്റെ അത്രയൊക്കെ പാമ്പ് ഉണ്ടാവല്ലോ ഇവിടെ. വെള്ളം വന്നോ? നോക്കാം, വെള്ളം വന്ന് നോക്കാം. ഇപ്പം ഞാൻ വരുമ്പോൾ എല്ലാം കൂടി ഓടിങ്ങി വരുവേ. ഞാനെന്താ തീറ്റയും കൊണ്ട് വന്ന ബുദ്ധിയുണ്ട്. കൈ തീറ്റയില്ലെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ആരെ ചേച്ചി ഡാൻസ് പ്രാക്ടീസിന് പോയതല്ലേ? അറിയാം. മതി. വരാതെ എങ്ങോട്ടാ പോകാൻ അല്ലേ? വാരിത്തരാനോ? ഞാൻ വാരിത്തരുമ്പോ പറയുന്നതിനാ ഞാൻ തന്നെ കഴിച്ചോളാന്ന്. 2 ഉരുള വെച്ചോ? 2 ഉരുള വെച്ചോ ഒരു സമയത്തോ? കൈ കഴുകുക. പിന്നെ ചൂടായിരുന്നു പറയണ്ട പൊന്നോ. ഇതിന് ഉറക്കവും ഇല്ല, ഒന്നുമില്ല. കൈ കഴിക്കല്ലാതെ അങ്ങനെ
പോയിട്ട് വരാൻ പറയാനായിട്ട് നാരായണി വന്നാലേ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. അങ്ങനെ നിന്നെ ഇവിടെ തന്നെ ചാക്കിയിട്ട് ഞാൻ പോകുന്നില്ല. പൊക്കോളാൻ പോലും. എന്നിട്ട് ഇവിടെ കിടന്ന് മേയാനല്ലേ? വേണ്ട. ആ നാരായണ ചേച്ചി വരുമ്പോൾ പോയാൽ മതി. ബാ നമുക്ക് അവിടെ പോയി നിൽക്കാം. നാരായണ ചേച്ചി വരുന്നിടം വരെ അവിടെ പോയി നിൽക്കാം. ബാ, ഗേറ്റൊക്കെ ഉണ്ട്, ഒരു പച്ച വല. ബാ ബാടോ. അതെന്താ ചെരുപ്പ്? നിനക്ക് ചെരുപ്പ് വേണമെങ്കിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കൊച്ചു കൊച്ചു ഒരു കച്ച വാങ്ങാൻ പോയി. പൈസ കൊടുത്തോ? ഇല്ല. ഓക്കെ, ഞാൻ പോയിട്ട് വരാവേ. കൊള്ളുന്നോ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. താങ്ക് യു. ഇട്ടേക്കോ ടാറ്റ. ആണോ? എന്നിട്ട് ഓ അവിടുന്നോ? ടാറ്റ. കുറച്ച് ദിവസത്തിന് ശേഷം മീരയുടെ അടുത്തോട്ട് പോവാം. സമയം അയ്യോ തിരിച്ചായിട്ട് തന്നെ 4:20. കുറേ ദിവസമായി മീരയുടെ അടുത്തോട്ട് പോയിട്ട്. വിഷുവിന് തലേദിവസം പോയതാണ് മീരയുടെ അടുത്തോട്ട്. പിന്നെ മീര ഇന്നാണ് വന്നത്. കുറേ ദിവസം കൂടി അവളുടെ അടുത്തോട്ട്. അത് വെട്ടി വെച്ചേക്കുന്നു തയ്ക്കാൻ വേണ്ടി. ആ അതെ അതെ അതെ. ഇത് ഇതുണ്ട്. ഇത് ഈ പച്ച വേണം. ഈ പച്ച എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. ഇത് നല്ലതാണ്. അമ്മ ഇത് നോക്കിയതില്ല. ഇത് നല്ലതാണ്. വൈകിട്ട് പോകാറായപ്പോഴത്തേനും അടിപൊളി മഴ. നാളെ ഇല്ലേ? നാളെ വരുന്നില്ലേ? നാളെ വരുന്നില്ലേ? വരുന്നില്ലേ? നാലിനകത്തൂടെ വെള്ളം വന്നല്ലോ. ഇതിലൂടെ ഗ്യാപ്പ് വല്ലതും വെക്കണം. എനിക്കറിയത്തില്ല. രണ്ടിങ്ങ് പോരുന്നു. തയ്പ്പിക്കണത്. എന്നിട്ട് ഞാൻ ഷൂ മേടിച്ചു. പണ്ടെനിക്ക് ഉണ്ടായിരുന്ന കൂട്ട് തന്നെ ഷൂ. ഇറുക്കല്ലേ? ഇതെല്ലാം നല്ല ഇതായി. പഴയ ചോദിച്ചല്ലേ ഇപ്പൊ. അവിടെ തോട്ടം വരുന്ന കാരണം നമ്മള് ശിവരാത്രി വരുമ്പോ അങ്ങോട്ടൊക്കെ അല്ലേ വണ്ടി
പവർ ബാങ്ക് എന്നറിയാം. നല്ല സുഖമല്ലേ? ഓ, ഈ തണുപ്പ് അനുഭവിച്ചിട്ട് എത്രയോ കാലങ്ങളായി. ഈ സമയത്തൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ വേർത്ത് കുളിച്ചിറങ്ങണേ. വെള്ളം ചായ കുടിക്കാം. നോക്കില്ല മടി, ചായ കുടിക്കാം. നിന്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. രണ്ട് മൂന്ന് പേര് വന്നായിരുന്നു. ഇവിടെ നല്ല ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെയാണ്. അവിടെ മുണ്ടക്കത്ത് വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇവിടെ മഴ, അവിടെ മഴ പെയ്തില്ലെന്ന്. വണ്ടി വരുന്നുണ്ട്, സൈഡിൽ കൂടെ വരുന്ന പോയാൽ മതി. അവിടെ മഴ പെയ്തില്ലെന്ന്, ചെറിയായിട്ട് പെയ്തിട്ട് ഇപ്പോൾ ചാറുന്നാണെന്ന് അവള് പറയുന്നത്. അതുണ്ട്. ആ, പ്രായമായല്ലേ? എന്നാ പോകണ്ട നോക്ക്. ഞമ്മയ്ക്ക് വരെ ഞാൻ പോകാം. അടിപൊളി. ഓ, നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നില്ല. അതെന്നറിയോ, ഞാൻ നേരത്തെ ഇടയ്ക്ക് വീഡിയോ എടുത്തതെന്നാന്ന് വെച്ചാൽ, ഈ ബസ്സുകാരനൊന്ന് ഓൺ അടിച്ചാൽ കാറുകാരൻ വന്നു തന്നെ ഭയങ്കര റോങ് ആയിട്ടാണേ. അവന് തല വെളിയിലോട്ട് ഇട്ടിട്ട് മൊത്തത്തില്ല, ഉടൽ മൊത്തം വെളിയിട്ടിട്ട് ഈ പുള്ളിയെ തെറി പറയുന്നത്. ഓ, അപ്പോൾ എൻ്റെ ബാഗ് അല്ല, എൻ്റെ ബാഗിനകത്തായിരുന്നല്ലോ. അയ്യോ, എന്തെങ്കിലും കുഴപ്പമെന്നറിയോ? ഇന്നലെ ഈ സമയം കൊണ്ടാകുമോ? നല്ലരിയാവും. അമ്മ, നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയായിരുന്നു, സപ്ലൈക്കോ പോയായിരുന്നോ? ഇല്ലല്ലോ, പോയില്ല. നമുക്ക് പോകണ്ടേ ഇപ്പം? പോണ പൈസ എനിക്ക് പഞ്ചസാര മാത്രം മതി. അങ്ങനെ ഞാൻ ചോദിച്ചു, അമ്മ വന്നല്ലേ? ഇല്ല, അടുത്ത മാസത്തെ അരിയും കൂടി ഈ പ്രാവശ്യം. അതിൻ്റെ താടൊരു ഇതിരിക്കുന്നു നമ്മളെ.
എവിടെ തിരിക്കുന്നത്? ഞങ്ങൾക്ക് ഇവിടെയാ. അതെ, അത് മതി. അതുകൊണ്ട് പൊക്കോ, ഇനി എടുക്കണ്ടെന്നോ. ഞാൻ നടത്തണം. നമ്മൾ ഇന്നലെ എങ്ങാണ്ട് പോയാലേ ഉള്ളൂ, ഇറക്കി വിട്ടാ പിന്നെയും മര്യാദയ്ക്ക് ആയിക്കൂടെ? നിൽക്കത്തില്ല അവിടെ. വെറുതെ പോയി ചേച്ചാച്ചനുമായിട്ട് വഴക്കുണ്ടാക്കി ഇങ്ങനെ ഇറക്കി വിടേണ്ട അവസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല മോനോ കൊണ്ടുവന്നാ ചോറിന് പോയി ചോറ് പാലവുമേലും